2026 മാധവമുദ്ര പുരസ്കാര ജേതാവ് 2026 മാധവമുദ്ര പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് KS രവികുമാർ ആണ്. KS രവികുമാർ 2026 മാധവമുദ്ര പുരസ്കാര ജേതാവ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? നമ്മുടെ ഫിലിം ആക്ടർ, തമിഴ് ഫിലിം ആക്ടർ ആയിട്ടുള്ള മാധവനെ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോ നമ്മുടെ ഫിലിം ആക്ടർ ആയിട്ടുള്ള മാധവ് ആരോട് മുദ്രകൾ കാണിക്കുകയാണ്? നമ്മുടെ ഫിലിം ആക്ടർ ആയിട്ടുള്ള, തമിഴ് ഫിലിം ആക്ടർ ആയിട്ടുള്ള ജയം രവിയോട് എന്നോർക്കാം. ജയം രവി അല്ലെ, ജയം രവിയും മാധവനും. മാധവ് ജയം രവിയോട് മുദ്ര കാണിക്കുകയാണ്. അവര് രണ്ടുപേരും എന്താണ്? പോലീസ് കേസിൽ അകപ്പെട്ടു എന്നോർക്കാം. പോലീസ് കേസിൽ അകപ്പെട്ടപ്പോ കേസ് എന്നതിൽ നിന്ന് KS രവികുമാർ കണക്ട് ചെയ്ത് വെക്കാലോ. 2026 മാധവമുദ്ര പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് KS രവികുമാർ ആണ്. ഫിലിം ആക്ടർ ആയിട്ടുള്ള മാധവ് ആക്ടർ ആയിട്ടുള്ള ജയം രവിയോട് പോലീസ് കേസിൽ പെട്ടപ്പോൾ രണ്ടുപേരും എന്താണ് മുദ്രകൾ കാണിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. 2026 നടന്ന നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ. 2026 നടന്ന നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് ആര്? R പ്രജ്ഞാനന്ദ. R പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ. അപ്പോ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? നോർവേ ചെസ് ടൂർണമെന്റ് ആണ്. അപ്പോ നമ്മളോട് പറയാണ്, ഇന്ത്യക്കാരോട് പറയാണ് നോവേ അല്ലെ, നിങ്ങളെ വിജയിക്കാൻ എന്താണ്? നോവേ. അപ്പൊ നോർവേ എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ചെസ് ടൂർണമെന്റിൽ ഇന്ത്യക്കാർ ജയിക്കാൻ എന്താണ്? നോവേ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്താണ്? നമ്മൾ നല്ല പ്രഗത്ഭന്മാരാണ് എന്ന് കാണിച്ചു കൊടുത്തു. പ്രഗത്ഭരാണ് എന്ന് കാണിച്ചു കൊടുത്തു അല്ലെ. പ്രഗത്ഭരാണ്, ഇന്ത്യക്കാര് നല്ല പ്രഗത്ഭരാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു എന്ന രീതിയിൽ പ്രജ്ഞാനന്ദ കണക്ട് ചെയ്ത് വെക്കാലോ. 2026 നടന്ന നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് R പ്രജ്ഞാനന്ദ. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്നത് എന്നും പഠിച്ചു വെക്കുക. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇഷാങ്ക് സിംഗ് ആണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ കടലിടുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ സ്ട്രാങ്കിനെ കണക്ട് ചെയ്യാം. സ്ട്രാങ്ക് ഇഷാങ്ക് ഒരു പ്രൊനൗൺസിയേഷൻ കണക്ഷൻ വെച്ച് കണക്ട് ചെയ്തൂടെ? 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇഷാങ്ക് സിംഗ്. 2026 കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാര ജേതാവ്. 2026 കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫിനാണ്. കൈരളി ചാനൽ കണക്ട് ചെയ്യാം. അവിടെ എന്താണ്? നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫിലിംസ് ആണ് വരുന്നത് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോ സ്റ്റാർ എന്നതിൽ നിന്ന് സാറ ജോസഫ് കണക്ട് ചെയ്യാലോ. 2026 കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാര ജേതാവാണ് സാറ ജോസഫ്. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭയാണ് വർക്കല നഗരസഭ. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? മാലിന്യശൂന്യ നഗരങ്ങളാണ് അല്ലെ. അപ്പോ ഈ മലിനമാക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മാലിന്യമുക്തമാക്കി മാറ്റണമെങ്കിൽ എന്താണ്? നല്ല വർക്ക് എടുക്കണം അല്ലെ. നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. ആ രീതിയിൽ കണക്ട് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്തിട്ട് എന്താക്കി? മാലിന്യശൂന്യ നഗരമാക്കി മാറ്റി എന്നോർക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭയാണ് വർക്കല നഗരസഭ. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നത്. എങ്ങനെ നമുക്ക് ഓർക്കാം? അപ്പോ ചെറിയൊരു ടിപ്പ് പറയാം. ഭണ്ഡാരത്തിന്റെ നിറം പച്ചയാണ് എന്നോർക്കാം. പച്ച എന്നതിൽ നിന്ന് പശ്ചിമ ബംഗാൾ കണക്ട് ചെയ്തൂടെ? സ്ത്രീകൾക്ക് 3000 രൂപ കൊടുക്കുമ്പോൾ എന്താണ്? അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭണ്ഡാരം കൊടുത്തിട്ടുണ്ട്. ആ ഭണ്ഡാരത്തിന്റെ നിറം പച്ചയാണ് എന്നോർത്താൽ പശ്ചിമ ബംഗാൾ എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം ചോദിച്ചാൽ അത് ലഡാക്കിലെ ചുമറാണ് ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം. അപ്പോ ഇവിടെ പ്രത്യേകം കോഡുകൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെ. എന്താണ്? നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. അതിർത്തികൾ എന്താണ്? മറ വെക്കാൻ പാടില്ല. അപ്പൊ എന്താണ്? മാതൃകയാവോ? ഇല്ല. അപ്പൊ എന്താണ്? ഇവിടെ എങ്ങനെയാണ് മാതൃകയായിട്ടുള്ളത്? അതിർത്തികൾ എന്ന് പറഞ്ഞാൽ ആരും തമ്മിൽ എന്തില്ല? ഒരു മറയില്ല, ഒരു ചുമരിന്റെ മറയില്ല എന്ന രീതിയിൽ
നമുക്ക് ഓർത്തൂടെ? ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമമാണ് ചുമർ. 2026 സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ആരാണ്? 2026 സാഫ് കപ്പ് വനിതാ ഫുട്ബോളിലെ ചാമ്പ്യന്മാർ ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പൊ സാഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ സേഫ് എന്ന് കണക്ട് ചെയ്യാം. അപ്പോ കപ്പ് ഇവിടെ ഇന്ത്യയിൽ എന്താണ്? സേഫ് ആണ് എന്നോർക്കാം. കപ്പ് ഇവിടെ ഇന്ത്യയിൽ സേഫ് ആണ് എന്നോർക്കാം. അപ്പൊ അവർ തോൽപ്പിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിനെയാണ്. ബംഗ്ലാദേശിനെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 3-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പോ നമ്മുടെ ദേശത്ത് എന്താണ്? നമ്മുടെ ദേശമായ ഇന്ത്യയിൽ കപ്പ് സേഫ് ആണ് എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് 2026 അർഹരായ ഇന്ത്യക്കാർ, 2 ഇന്ത്യക്കാർക്കാണ് 2026 വിറ്റ്ലി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോ ടോട്ടൽ 6 പേർക്ക് വിറ്റ്ലി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിലെ 2 ഇന്ത്യക്കാർ ചോദിച്ചാൽ ആരാണ്? പർവീൺ ഷെയ്ഖും ബർഗ സുബ്ബയുമാണ്. ബർഗ സുബ്ബ. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരം പ്രകൃതി സംരക്ഷണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ് വിറ്റ്ലി പുരസ്കാരം. അപ്പൊ 2026 വിറ്റ്ലി പുരസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 ഇന്ത്യക്കാരാണ് പർവീൺ ഷെയ്ഖ്, ബർഗ സുബ്ബ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? വിറ്റ്ലി എന്ന് പറയുമ്പോൾ വിറ്റു എന്നോർത്തൂടെ? വിറ്റു. എന്താണ് വിറ്റിട്ടുള്ളത്? ഷെയ്ഖും ബർഗറും. ബർഗർ എന്നതിൽ നിന്ന് ബർഗ സുബ്ബ കണക്ട് ചെയ്ത് വെക്കാലോ. ഷെയ്ഖും ബർഗറുമാണ് വിറ്റിട്ടുള്ളത്. അപ്പോ 2026 വിറ്റ്ലി പുരസ്കാര ജേതാക്കളാണ് പർവീൺ ഷെയ്ഖ്, ബർഗ സുബ്ബ. 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാര ജേതാവ്. 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? KV മോഹൻകുമാർ ആണ്. അദ്ദേഹത്തിന്റെ ഉല നിയോഗികളുടെ സഞ്ചാരങ്ങൾ മസൂദിന്റെയും എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് KV മോഹൻകുമാർ ആണ്. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് കൂടി പഠിച്ചു വെക്കുക. ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ മലയാറ്റൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മലയാറ്റൂർ പള്ളിയും മലയാറ്റൂർ മലയും ഒക്കെ കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. അപ്പൊ മലയാറ്റൂരിൽ പോവുക എന്നുള്ളത് ഒരു മോഹമായിരുന്നു എന്ന രീതിയിൽ ഓർക്കാം. മലയാറ്റൂരിൽ പോകുക എന്നുള്ളത് ഒരു മോഹമായിരുന്നു. അപ്പോ മോഹൻകുമാർ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ മലയാറ്റൂർ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ്? അപ്പോ മലയാറ്റൂർ എത്തുക എന്നുള്ളത് കുറച്ചെന്താണ്? ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന രീതിയിൽ നമ്മൾ എന്താണ് ആ യാത്ര ഉലച്ചു എന്നൊക്കെ ഓർക്കാം. ഉലച്ചു. ആ യാത്ര എന്ത് ചെയ്തു? നമ്മളെ കുറച്ച് കഷ്ടപ്പെടുത്തി അല്ലെ. ഉലച്ചു എന്ന രീതിയിൽ. ഉലക്ക നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്നോർക്കാലോ.